There's not much to do when all I is thinking about you. So ഈ പറഞ്ഞ ധാന്യങ്ങൾ കുഞ്ഞിന് വേണ്ടെങ്കിൽ വേണ്ട. You're not here. It's been way too long. മഴ പെയ്യുന്നുണ്ടോ കണ്ണൻ? Hello my dears. Hello. Good morning. Good morning Pada. Good morning. അതെ, ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ടുള്ള ഇതാണ്. അപ്പം നമ്മുടെ ആര്യൻകുട്ടന്റെ ഫുഡ് റൂട്ടീൻ ഭയങ്കരമായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മള് ഓൾറെഡി എന്താ പറയാ, ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്തായാലും ഫൈനലി നമ്മൾ ആര്യന്റെ ഫുഡ് റൂട്ടീൻ ഷൂട്ട് ചെയ്യാണ് ഡീറ്റെയിൽ ആയിട്ട്, അല്ലെ കണ്ണ? അതിന് മുന്നേ മോനൊന്ന് കാണിച്ചോളൂ, ഒന്ന് ക്ലാപ്പ് ചെയ്തേ. എങ്ങനെ ക്ലാപ്പ് ചെയ്യാ? കൈ എടുക്കാൻ പറ്റുന്നില്ല. ശരി, എനിക്ക് കൈ അമ്മ എടുത്തരാം. ക്ലാപ്പ് ചെയ്തേ. ക്ലാപ്പ് ചെയ്യാൻ പഠിച്ചല്ലോ ബേബി. അപ്പം എങ്ങനെയൊക്കെയാണ്, ഏത് മന്ത് തൊട്ടാണ് ആര്യന് നമ്മള് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാം. ഇപ്പൊ മോന് 10 months ആയി. ബാക്കി നീ പറയുന്നുണ്ടോ? അപ്പൊ 10 months ആയി. അപ്പം ജസ്റ്റ് ബേബി എണീറ്റിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളിത് ഒരു ഫുഡായിട്ട് കാണിക്കുകയില്ല, മോന്റെ ഒരു ഡേ നമ്മളിങ്ങനെ കാണിക്കുകയാണ്, അല്ലെ? 3-4 നേരം അവൻ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബിഗിനിങ് തൊട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിനിടയിൽ സംസാരിക്കാം. ഇറ്റ്സ് കൈൻഡ് ഓഫ് കുഞ്ഞു ബ്ലോഗ്. ഓക്കെ. ആൻഡ് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മറക്കരുത്. ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ, എങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഈച്ച് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് മോനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഒരുമിച്ച്. അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് മതി കേട്ടോ. സോ രാവിലെ എണീറ്റാലും ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്നുള്ള ഈ വലിയൊരു വട്ടപ്പാത്രം കണ്ടോ, ഇച്ചിരി വെള്ളം എടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് മോന്റെ പാത്രങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഈ ഒരു പരിപാടി ഞാൻ ചെയ്യും. ആദ്യം നല്ലൊരു ഹാൻഡ് വാഷ് ഇട്ടിട്ട് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. നിങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ടാവും, എന്നാലും കിച്ചണിൽ കയറുമ്പോൾ ഒന്നും കൂടി. അപ്പൊ ഞാനൊരു ഹാൻഡ് വാഷ് പോലെ കിച്ചണിലൊക്കെ കീപ്പ് ചെയ്യും. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ മോന് മാത്രമായിട്ട് അവന്റെ സാധനങ്ങൾ മാത്രം വെക്കും ഇവിടെ. ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഉണങ്ങി കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മളൊരു കബോർഡിലേക്ക് മാറ്റി വയ്ക്കും. തലേദിവസം രാത്രി കഴുകി വെച്ചതാണ്. അപ്പൊ അത് ഒന്നുകൂടി തിളപ്പിക്കും. 6 മാസം പ്രോപ്പർലി മോനെ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്താൽ മതി എന്നുള്ള അഡ്വൈസ് ആയിരുന്നു മോന്റെ പീഡിയാട്രീഷ്യന്റെ. എല്ലാവരും അങ്ങനെയാണ്. സോ ഞങ്ങളും അങ്ങനെയായിരുന്നു. അവന് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു 6 months. അതിന്റെ ഒരു ഉപകാരം നല്ലോണം ഉണ്ട് മോനെ. ടച്ചൂട് അങ്ങനെ ഇരിക്കട്ടെ. തൽക്കാലം ഓഫ് ചെയ്യാം. അതവിടെ കിടന്നിട്ടാണ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ സ്ക്രീനിൽ വരുന്നത് ആര്യന് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ, സോളിഡ്സ് കൊടുത്തു തുടങ്ങുമ്പോൾ ഡോക്ടറുടെ പ്രോപ്പർ അഡ്വൈസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സ്റ്റാർട്ടിങ് ചെയ്തത് തുടക്കം 5 ദിവസം ഒരു നേരമാണ് നമ്മൾ സോളിഡ് കൊടുത്തത്. 5 days ഒരു നേരം, നെക്സ്റ്റ് 5 days 2 നേരം, നെക്സ്റ്റ് 5 days 3 times, നെക്സ്റ്റ് 5 days 4 times. അങ്ങനെ 20 ദിവസം കൊണ്ടാണ് നമ്മൾ നോർമലി ഉള്ള ഫുഡ് റൊട്ടീനിലേക്ക്, അതായത് ഇപ്പം പോകുന്ന ഫുഡ് റൊട്ടീനിലേക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അത് മാത്രമല്ല, ഫസ്റ്റ് ഡേ കൊടുത്ത എന്തായിരുന്നു നമ്മള് മുത്താറി. അതായത് മുത്താറി ചിലര് പുല്ലെന്ന് പറയും. അവന് റോ ടേസ്റ്റ് കൊടുത്ത് ശീലമാക്കിയോണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് കഴിച്ചിരുന്നു. അവന്റെ ഡോക്ടർ ആദ്യം നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര മന്തില് അല്ലെങ്കിൽ ഇത്ര ഇയറിലേക്ക് ഇത്ര മന്തിലേക്ക് ഇന്നത് കൊടുക്കരുത്, ഇന്ന് കൊടുക്കരുത്. ട്രൈ ടു ഗോ ലൈക്ക് ദാറ്റ്. അതായത് വിത്തൗട്ട് ആഡിങ് ഷുഗർ, സോൾട്ട്. അതൊന്നും ബേബീസിന് ആവശ്യമില്ല. അയ്യോ പാവെന്നൊക്കെ വീട്ടിലെല്ലാരും പറയുന്നുണ്ടാവും. ഒരു പാവില്ല, അവർക്കത് അറിയില്ല അതിന്റെ ടേസ്റ്റ് ആക്ച്വലി അറിയില്ല. അപ്പൊ നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ച് ഫസ്റ്റ് തന്നെ നമ്മള് പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാല് പിന്നെ അവർക്ക് അതിന്റെ മുകളിലോട്ടുള്ള ടേസ്റ്റ് മാത്രമേ വേണ്ടി വരുള്ളൂ. അങ്ങനെയാണ് വാശിയാവുന്നത്, കഴിക്കാണ്ടാവുന്നത്. റോ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ കാലം റോ കഴിക്കും. നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാം, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഈ ജഗ്ഗില് ചൂടുവെള്ളം നമ്മൾ എടുക്കും. ഇതിൽ എപ്പോഴും തിളപ്പിച്ച് വെക്കും. ഈ ജഗ് മോന് മാത്രമായിട്ടുള്ള ജഗ്ഗാണ്. അപ്പൊ ഇത് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഇതിലേക്ക് മാറ്റി വെക്കും. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ആവശ്യത്തിനൊക്കെ എടുക്കാറോ. അങ്ങനെ അവന്റെ സാധനങ്ങൾ ആദ്യം അവനായിട്ട് കീപ്പ് ചെയ്യാം, അതാണ് നല്ലത്. ബേബിയുടെ സാധനങ്ങൾ വേറെ ഒന്നായിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച മുത്താരയാണ് ഇത്. നമ്മൾ ശരിക്കും ഈ സ്ക്രബ് ചെയ്യണം, കൈ കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. അപ്പം കുറച്ചൊക്കെ മുകളിലത്തെ
തോല് ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. ഇത് കണ്ടോ, ഇത്രയും ഇങ്ങനെ പോവും. ആ പൊടി 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 പൊടിയായിട്ടെല്ലാം പോവും. ജസ്റ്റ് ആ പൊടി കളയുക. ഒരു 2-3 മിനിറ്റ്സ് നന്നായി സ്ക്രബ് ചെയ്താൽ മതി, ക്ലീൻ ആയി. ഇനി നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒന്നും കൂടി കഴുകാം. അപ്പം ഇതിലിപ്പോ ഇളം ചൂടുവെള്ളം ഒഴിച്ചു ലാസ്റ്റ് കഴുകാൻ വേണ്ടിട്ട്. എന്നിട്ട് റെഡി 1 2 3. മുത്താറി പൊടി യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അതായത് പൊടി വാങ്ങിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കഴുകി ഉണക്കി പൊടിച്ച് എടുത്തു വെക്കുന്നവരുണ്ട്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ആക്ച്വലി പൊടിയൊക്കെ കീപ്പ് ചെയ്യുമ്പോ ചിലപ്പം അത്രയും കൃത്യമായിട്ട് നോക്കണം. അതെ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. പൂപ്പല് പിടിച്ചോ എന്നൊക്കെ നമ്മൾ കുറെ നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്കും കൂടി മനസ്സിനൊരു സമാധാനമാണ്. ഓ ഫ്രഷ് ആയിട്ടാണല്ലോ എടുത്തായിരിക്കുന്നത്, എന്തായാലും നോ ക്വസ്റ്റ്യൻ പൂപ്പല് പിടിക്കുന്നത്. സോ ഇത് അവന് മാത്രമുള്ള അരിപ്പയാണ്. എല്ലാം അവനാണ്, ഇനി ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല ദാസേട്ടാ. പിന്നെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ബേബിയുടെ സ്പൂണൊക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കുക, തിളച്ച വെള്ളത്തിൽ. ഇതാണ് നമ്മളിതിനെ കുറുക്കാൻ പോണേ കേട്ടോ. ആദ്യമൊക്കെ തുണിയിലായിരുന്നു നമ്മൾ. ആദ്യത്തെ ഒരു 3 മാസമൊക്കെ തുണി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള അരിക്കാൻ വേണ്ടി. അതായത് നനച്ച് ഉണക്കിയെടുത്ത നല്ല കോട്ടൺ തുണിയിലാണ് മോന് വേണ്ടിയിട്ട് ഇത് അരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അരിപ്പേൽ അരിച്ചാൽ ഓക്കെയാണ്, ബിക്കോസ് അവനിപ്പോ 10 months ആയല്ലോ. അപ്പൊ ഇത്രയും നാളെ നമ്മൾ തുണിയിൽ അരിച്ചുകൊണ്ടിരുന്നതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതങ്ങോട്ട് ഒഴിവാക്കും. കണ്ടോ, ഇത്രയും ഒഴിവാക്കും. അപ്പൊ ഒന്ന് അടിയിൽ ബാക്കില്ല. അപ്പൊ ഇത് ക്ലീൻ ആണ്. കടുകറ 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 വേണ്ട, ഇവിടെ തിളച്ചു മതിയല്ലേ, ഓക്കെ. പിന്നെ നമ്മൾ ആരെയും നോൺ വെജ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മളൊന്ന് എഗ്ഗ് കൊടുത്തിരുന്നു അല്ലേ? എഗ്ഗ് കൊടുക്കാം, പക്ഷെ അവൻ എഗ്ഗ് ഭയങ്കരമായിട്ട് റിജക്ട് ചെയ്യുന്നു. അവനൊരു താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരു 2 പ്രാവശ്യവും കഴിച്ചു. പിന്നെ 3ാമത്തെ പ്രാവശ്യം തൊട്ട് കുഞ്ഞ് അതിനോടൊരു ഇഷ്ടം കാണിക്കുന്നില്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ബേബി ഒരു സാധനം വേണ്ട, അല്ലെങ്കിൽ റിജക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോഴ്സ് ഇറ്റ്. കുഞ്ഞിന് വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ഇവിടെ ആക്ച്വലി അമ്മ ഗോപുവിന്റെ അതായത് സാധാരണ അമ്മമാരാണ് കുഞ്ഞിന്റെ വായിൽ ഇനിയും കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യുക. ഇവിടെ ഗോപു ആണത്. കാരണം എനിക്ക് അവൻ മതി എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങ് നിർത്തണം. ഞാൻ കുഞ്ഞിനെ ഫോഴ്സ് ചെയ്യാറില്ല. ഫോഴ്സ് ചെയ്യണ്ട. ഞാൻ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കും അവന്. അവൻ പാട്ടൊക്കെ കേട്ടോണ്ട് ഫുഡ് കഴിച്ചോളും, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കട്ടെ. ഞങ്ങൾ ഒരു ദിവസം ഇത് ട്രൈ ചെയ്താണ്. ഇവൻ രാത്രി ഉറങ്ങാൻ വേണ്ടിട്ട് ഇത് വായിൽ വെച്ചോട്ട് ഉറങ്ങുന്നൊക്കെ അവന് പെറുക്കി കളയും. അവന്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെക്കും. ഹലോ ഹലോ. സോ നമ്മുടെ സ്റ്റാർ ഇസ് ഓൾ സെറ്റ് ടു ഈറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ്. ഡാർലിംഗ്, ready to eat breakfast? Mama, did you have mama വേണ്ടേ? അമ്മ തരാമത്തെ. സോ നമ്മൾ ഇങ്ങനെയാണ് നോർമലി കീപ്പ് ചെയ്യുക. ഇത് അവന്റെ ഫുഡ്, ഇത് വെള്ളം, ഇത് അവന് തുടയ്ക്കാനുള്ള ഒരു ടവല്, ഇത് എന്റെ മോനിടാനുള്ള ഒരു ബിബ്. പിന്നെ ഈ സീറ്റിൽ ഞങ്ങൾ ഇരുത്തും. ഈ സീറ്റ് നമ്മൾ വൺസിന് വാഷ് ചെയ്യും. ഞാൻ ഷൂട്ട് ചെയ്യാം. ഗോപു കൊടുത്തു. മമ്മ തരാമുത്തേ. ആരും കുറ്റിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം എല്ലാം കുറിച്ച് പാട്ടൊക്കെ പാടി കൊടുക്കാപ്പേ. ഗുഡ് ബോയ് ആയിട്ട് കഴിക്കാൻ രാവിലെ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ക്ലാപ്പ് അടിച്ചു കൊടുത്ത എല്ലാവർക്കും. അമ്മേ, ആന എങ്ങനെയാ എല്ലാരും കാണിച്ചു കൊടുത്ത ആന? അയ്യടാ കഴിച്ചോട്ടെ. അതെ അതെ, ഒരു പാട്ട് പാടി പാട്ട്. റെഡി. കണ്ടു ഞാൻ മിഴികളിൽ ഹൃദയം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം, കുഞ്ഞ് കഴിക്കട്ടെ കേട്ടോ. സോ ഐഡിയാസ്, നേരത്തെ മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവന്റെ ചെറിയൊരു നാപ്പിന്റെ സമയമാണ്. മീൻ വൈൽ നമുക്ക് അവന്റെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. ഫ്രെയിം ഒന്ന് വയ്ക്കും, മനുഷ്യനൊന്നും പറഞ്ഞോട്ടെ. ഓക്കെ, ഇവിടെ കണ്ണാടി നോക്കുന്ന പോലെയാണ് ഒരാള് ഫ്രെയിം വന്നിട്ട് ഇങ്ങനെ ഇതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 6 മാസം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിലാണ് നമ്മൾ അവന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും എന്തൊക്കെയാണ് കൊടുത്തു തുടങ്ങിയതെന്ന്. സോ ആദ്യം നമ്മൾ റാഗി വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ഒരു 5 ദിവസത്തിൽ ഒരു നേരം റാഗി കൊടുത്തു. മിഡിൽ ഓഫ് ദ ഡേ ആണ് കൊടുത്തത്. ഒരു 12 o'clock ആവും.
5 days എണീറ്റ ഉടനെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. പിന്നെ ഒരു നേരം റാഗി ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ നമുക്ക് 5 ദിവസം കഴിഞ്ഞാൽ ദിവസം 2 നേരാക്കും, പിന്നെ 3 നേരാക്കും. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3 നേരം. 4 നേരാക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സ്നാക്ക്, ഡിന്നർ. സ്നാക്ക് ഒരു 5 മണി ആ ഒരു സമയത്ത് ഒരു സ്നാക്ക്, കുഞ്ഞ് ചെറിയൊരു പോർഷൻ, അങ്ങനെ ആക്കി. അപ്പൊ നിങ്ങൾ ചോദിക്കും റാഗി പിന്നെ എന്തൊക്കെയാ കൊടുത്തു തുടങ്ങിയത്? റാഗിയുടെ കൂടെ ഫസ്റ്റ് സിംഗിൾ നേരം കൊടുത്തത് റാഗി, 2 നേരം ആക്കിയപ്പം ഒരു നേരം റാഗി, ഒരു നേരം ബ്രോക്കൺ വീറ്റ്. ഗോതമ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാല് നല്ലോണം ഞെരടി പിഴിഞ്ഞ് പാലെടുക്കാൻ പറ്റും. അത് കുറുക്കി കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള കുറുക്ക് കിട്ടും. അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഷുഗറോ സോൾട്ടോ ഒന്നും ആഡ് ചെയ്യാണ്ട് റോ ആയിട്ട് കൊടുത്തപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അംഗൻവാടിയിലൊക്കെ കിട്ടില്ലേ ഹെൽത്ത് മിക്സ്, അമൃതം മിക്സ്. അപ്പം അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 നേരം ആക്കിയ സമയത്ത് ഒരു നേരം അമൃതം ഇസ് വെരി ഹെവി. അപ്പൊ അത് ദിവസത്തിൽ ഒരു നേരം കൊടുത്താൽ മതി. വേറൊരു ഓപ്ഷൻ ഉള്ളത് കായപ്പൊടിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ കുന്നങ്കായ ഉണക്കി അത് പൊടിച്ചിട്ടുള്ള പൊടി നമ്മൾ കൊടുക്കും. നമ്മൾ പക്ഷെ ഒന്നും പൊടിയായിട്ട് കീപ്പ് ചെയ്തിട്ടില്ല. കുന്നങ്കായ ഉണക്കിയത് നമ്മള് ബോക്സിൽ കീപ്പ് ചെയ്തിട്ട് ഓരോ നേരം ഓരോ നേരം കൊടുക്കുമ്പോ ഇച്ചിരി എടുത്ത് പൊടിച്ചിട്ട് അപ്പ കിച്ചടി കൊടുക്കാം. അതായത് നമ്മള് ഇച്ചിരി ചോറും പരിപ്പും നെയ്യും കുക്കറിലിട്ട് അടിച്ച് നല്ലോണം ഇങ്ങനെ കൈകൊണ്ട് ഞെരടി. അതിന് പല്ലില്ലല്ലോ ആ സമയത്തൊന്നും. അപ്പൊ കൊടുക്കാം. പക്ഷെ ഞാൻ കിച്ചടി എൻ്റെത് കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു. ഞാൻ എത്ര നോക്കിയാലും ആദ്യം കിച്ചടി ശരിയാവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എക്സ്പെർട്ട് ആണ്. 4 വയസ്സ് വരെ പിള്ളേർക്ക് ആനിമൽ മിൽക്ക് കൊടുക്കണ്ട എന്നാണ് നല്ല സജഷൻസ് ആക്ച്വലി. സോ ഈ പറഞ്ഞ ധാന്യങ്ങൾ അതൊന്നും കൂടാണ്ട് നമുക്ക് ഡോക്ടർ ഒരു ഹെൽത്ത് മിക്സ് പൗഡർ തന്നിട്ടുണ്ടായിരുന്നു മോന്. അത് നമുക്ക് അവന്റെ തന്നെ മിൽക്ക് ഉണ്ട്. അതായത് നമ്മള് ഫോർമുല മിൽക്ക്, നമ്മള് ഫുഡില് ഫോർമുല മിൽക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെയാണ്, അതർ ദാൻ ആനിമൽ മിൽക്ക്. ഓക്കെ, അപ്പൊ ആ കുഞ്ഞിന് വേണ്ടിയുള്ള ആ മിൽക്ക് ചിലപ്പോൾ ഡോക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ടേസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിർബന്ധമാണെങ്കിൽ മാത്രം അതെ. എപ്പോഴെങ്കിലും നമുക്ക് അസുഖമാണ്, നമുക്ക് പാരന്റ്സിന് വയ്യ, അസുഖമാണ്, നമ്മള് ഹെവി ട്രാവലിംഗ് ആണ്, നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്നുള്ള നമ്മളുടെ ആ ഒരു അവസാനത്തെ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ഡോക്ടറുടെ ഒരു ഹെൽത്ത് മിക്സ്. അതും കുഴപ്പമൊന്നുമില്ല, ഓർഗാനിക് ആണ്. പറഞ്ഞിട്ടുണ്ട്, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിശക്കുന്ന സമയത്ത് ഈ കിച്ചടിയും നമ്മുടെ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആ ഒരു നേരം മാത്രം നമുക്ക് സ്ഥിരം കൊടുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഒരു രക്ഷയെങ്കിലും ഇല്ലെങ്കിൽ മാത്രമേ അത് കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെജീസ് എപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ ഒരു മന്ത്, അതായത് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു മന്ത് കഴിഞ്ഞ ഉടനെ വെരി നെക്സ്റ്റ് മന്ത് വെജീസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അവന് ആദ്യമായിട്ട് കൊടുത്ത വെജീസ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടേറ്റോ, സ്പിനച്ച്. ഇത്രയും വെജീസ് വളരെ സേഫ് ആയിട്ട് കുഞ്ഞിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളുടെ 7th മന്ത് കഴിയുമ്പോൾ തന്നെ ബീട്രൂട്ടും കൊടുക്കാം. കറക്റ്റ്. അപ്പം സ്നാക്കായിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി. അപ്പൊ സ്നാക്കായിട്ട് കൊടുക്കാറ് ഞങ്ങൾ വെജീസ് ആയിരുന്നു. ക്യാരറ്റ് പുഴുങ്ങിയിട്ട്, പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് നന്നായി ഉടച്ചിട്ട് ക്രീമി ആക്കിയിട്ട് അത് കൊടുക്കും. സ്നാക്കിന്റെ സമയത്ത് നമ്മൾ കാണിച്ചു തരാം സ്നാക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്. വേറെ കാര്യം, മദേഴ്സിന് ഭയങ്കര സംശയം. അപ്പൊ ഇതിന്റെ ഇടയിൽ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ ആക്ച്വലി എണീറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞിനെ എണീറ്റ ഉടനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കില്ലേ, അതുപോലെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും നിർബന്ധമായിട്ടും. അത് കഴിഞ്ഞ് അവൻ കുറച്ചു നേരം ഒന്ന് കളിച്ച് കഴിയുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ നോക്കും. ആക്ച്വലി ടൈമിംഗ് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ്. ഡോക്ടർ പറയാ 8:30 അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മള് നമ്മളുടെ ഒരു സഫാസൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് അത് നമുക്ക് പ്രാക്ടിക്കലി വരുമ്പോൾ ഒരു 10 o'clock ആകും. പിന്നെ ഇതിലൊന്നും ഒരു നിർബന്ധമില്ല. നമ്മൾ മദേഴ്സിന് എന്താണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് എന്താണോ വർക്ക് ചെയ്യുന്നത്, ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിങ്ങൾക്ക് എന്താണോ വർക്ക് ചെയ്യുന്നത്, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന കാര്യമായിട്ട് മുന്നോട്ട് പോകുക. കുഞ്ഞിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്. അമ്മയ്ക്കും കുഞ്ഞിനും ഈക്വലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കുഞ്ഞിന് പ്രോപ്പർ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, അമ്മയ്ക്ക് സ്ട്രെയിനും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. 4 നേരത്തെ ഫുഡിൽ നിങ്ങൾക്ക് സ്നാക്കും കുഞ്ഞ് കഴിക്കുന്നില്ലെങ്കിൽ ഫോഴ്സ് ചെയ്യണ്ട. കാരണം ഓരോ കുഞ്ഞിനും ഓരോ വിശപ്പാണ്, രീതിയാണ്. അപ്പം അവൻ സ്നാക്ക് കുഞ്ഞ് എനിക്ക് അങ്ങനെ വരുള്ളൂ ആരെയും യൂസ് ചെയ്തിട്ട്. സോ ബേബി സ്നാക്ക് കഴിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഡിന്നർ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രോപ്പർ സ്കെഡ്യൂൾ ആക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. മോർണിംഗ് ബിഫോർ ഒരു 9:30, ഒരു 1:30, ഒരു 5 o'clock ആൻഡ് ഒരു ബിഫോർ 9 o'clock എന്നുള്ളത് മാക്സിമം ഒരു സ്കെഡ്യൂൾ ആക്കാൻ ശ്രമിക്കുക. അതിന്റെ വിശപ്പ് അപ്പറ്റൈറ്റ് ഒക്കെ പ്രോപ്പർ ആവാനാണ്. അതെ, ഇപ്പൊ കുഞ്ഞാണെങ്കിൽ നമ്മുടെ ആര്യനാണെങ്കിൽ ഈ വിശക്കുമ്പോ അവന് ചോദിക്കാൻ അറിയാം, അമ്മ ചോദിക്കും. അതെ. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ കാര്യം, ഫുഡിന്റെ ഇടയിൽ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഉറങ്ങാൻ വേണ്ടിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക.
അത് കഴിഞ്ഞ് ലഞ്ച് കൊടുത്തു കഴിഞ്ഞാല് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, സ്നാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് 4 നേരം 4 times meal 4 times breastfeed. ഡിന്നർ കൊടുക്കുക, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. പിന്നെ ത്രൂ ഔട്ട് നൈറ്റ് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് മാത്രം കൊടുക്കുക. രാവിലെ വരെ കുഞ്ഞിടക്കിടക്ക് എണീറ്റ് പാൽ കുടിക്കുമല്ലോ. ഈ മീൽസിന്റെ ഇടയിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡും ചെയ്ത് കഴിഞ്ഞിട്ട് ചില കുഞ്ഞുങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് വെള്ളം കൊടുത്ത് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് അവരെ കറക്റ്റ് ഒരു റുട്ടീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുത് എന്നല്ല. അതാണ് കുഞ്ഞിനും നമുക്കും എല്ലാവർക്കും കുറച്ചുകൂടി പാലുണ്ടാവും. നമ്മൾ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് നന്നായിട്ട് കുടിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു എന്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് രീതി. ബേബിക്ക് ഞാൻ രാത്രി മൊത്തം അവനെ എക്സ്ക്ലൂസീവ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും, ഏർലി മോർണിംഗും ചെയ്യും. ഐ നോട്ട് എ സ്ട്രിക്ട് മദർ. ഇല്ല കുഞ്ഞ് നല്ലോണം കരയുമ്പോൾ കൊടുക്കില്ല എന്നൊന്നും അല്ല. കുഞ്ഞു വന്ന് സ്വീറ്റ് ആയിട്ട് മമ്മം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനും കൊടുക്കും. ഞാനും അങ്ങനെ തന്നെ ഒരു അമ്മയാണ്, എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാൻ അത്രേ ഉള്ളൂ. ഒന്നും സ്ട്രിക്റ്റ് അല്ല, ഇതിലൊന്നും നോ റൂൾസ്. ഓക്കെ. പിന്നെ നമ്മള് ഫ്രൂട്ട്സ് കൊടുത്തു തുടങ്ങിയത് 9th month മുതൽക്കാണ്. 9 മാസം കഴിഞ്ഞു. അതായത് 9-9.5 മാസം ആകുമ്പോൾ മുതൽക്ക് നമ്മള് ആപ്പിള്, പഴം, പിന്നെ പഴമൊക്കെ ആണെങ്കിൽ നല്ലോണം വേവിച്ചിട്ട് ആവില് വേവിച്ച് പുഴുങ്ങിയിട്ട് ഇത്തിരി നെയ്യും കൂട്ടി ഉടച്ചു കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ ആപ്പിള് കഴിക്കും, സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കും. വെജീസിൽ വരും. ഫ്രൂട്ട്സിൽ പിന്നെ എന്താ, ഓറഞ്ച് ഒക്കെ കൊടുത്തോളാം. ഓറഞ്ച് ഒക്കെ അല്ലിയൊക്കെ എടുത്ത് കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മള് ഫ്രൂട്ട്സ് അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ചെയ്യണം. അത്രേ ഉള്ളൂ കുഞ്ഞിന്റെ അല്ലെ ഫുഡ് റൂട്ടീനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി. ആക്ച്വലി 10 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് അവൻ കഴിക്കുമെങ്കിൽ എല്ലാം കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന കൂട്ടത്തില് എരിവും പുളിയും സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അധികം ഉപ്പിടാത്ത ഇഡ്ഡലി, ദോശ, മറ്റേത് വാശത് എല്ലാം. അതാണ് ആക്ച്വലി നമുക്കും സൗകര്യം. പുറത്തൊക്കെ പോവാണെങ്കിൽ കുഞ്ഞിന് വേറെ ഫുഡ് കരുതണ്ട. അപ്പൊ ഒരു 10 months ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ ഒന്ന് കുതിർത്ത് കൊടുക്കുക. അത് തന്നെയാണ് കോപ്പു പറഞ്ഞ പോലെ, കറക്റ്റ് ആണത്. വേറൊരു കാര്യം എന്ന് വെച്ചാല് പല മദേഴ്സും ചെയ്യുന്നതും ഞാൻ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നത്, കുഞ്ഞിന് ചോറടക്കം അടിച്ചു കൊടുക്കും മിക്സിയില്. നമുക്കൊരു സോഫ്റ്റ് കോർണർ കുഞ്ഞിനോട് ഉണ്ടാവുമല്ലോ, അവൻ ഇങ്ങനെ കൊടുത്താലേ കഴിക്കുന്നുള്ളൂ. ചില കുഞ്ഞുങ്ങൾ അടിച്ചു കൊടുത്താൽ കഴിക്കില്ല, ക്രീമി ആക്കി കൊടുക്കില്ല. അവർക്ക് വാരി കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് തന്നെ കൊടുക്കണം. അപ്പൊ എന്നോട് ഡോക്ടർ എപ്പോഴും പറയുന്ന കാര്യമാണ് കൈകൊണ്ട് ഉടച്ച് ചോറ് നല്ലോണം ഉടച്ചു കൊടുക്കണം. സ്വീറ്റ് പൊട്ടാറ്റോ ആയാലും ഉടച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവൻ ഉടച്ചു കൊടുക്കുമ്പോൾ കഴിക്കുന്നില്ല, ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. ക്രീമൊക്കെ ആക്കിയിട്ട് അവന്റെ ഒരു കൊടുക്കുമ്പോഴാണ് കുഞ്ഞ് കഴിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ, ഞാൻ വേറെ ഒരു റൂൾസും നോക്കുന്നില്ല. എന്റെ ബേബി എന്തുകൊണ്ടാണോ ഫുഡ് കഴിക്കാൻ ഓക്കെ ആവുന്നത്, ഞാനിപ്പോ തൽക്കാലം അതിൽ സ്റ്റിക്ക് ചെയ്യാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് പല്ലൊക്കെ വരട്ടെ ആൾക്ക് ഞങ്ങൾ അതൊരു സമയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോറൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ വായിൽ കൊടുക്കും. പിന്നെ വേറെ അവൻ കഴിക്കും, പക്ഷെ മടിയാണ്. അവൻ ആദ്യത്തെ ഒരു 3-4-5 വായ കഴിക്കും. കുറച്ച് കൊടുക്കുന്ന നല്ലതാണ്. അപ്പോഴേ ച്യൂ ചെയ്യാനും സ്റ്റൊമക്കൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു ശീലം ദഹനം നടക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ വരുള്ളൂ. ടീത്തറായിട്ട് ക്യാരറ്റ് കൊടുക്കാം. ഭയങ്കര വേവാതെ ഒരു ഇളം വേവോട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കടിച്ച് തിന്നാൻ പറ്റില്ല. ഓർഗാനിക് ടീത്തറാണ് ക്യാരറ്റ് ഒക്കെ. ഇത്രയേ ഉള്ളൂ കൺക്ലൂഡ് ചെയ്യുന്നത്. ഞങ്ങൾ എന്താണോ ചെയ്തുകൊണ്ട് വന്നിരുന്നത്, നിങ്ങൾ കുറെ ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വേറെ കാര്യം, സ്റ്റിക്ക് ടു ദാറ്റ് പ്രോസസ്. നിങ്ങളുടെ ബേബിക്കും നിങ്ങൾക്കും തമ്മിൽ കംഫർട്ടബിൾ ആയിട്ട് എന്താണോ വർക്ക് ചെയ്യുന്നത്, ഒരാളും നമ്മളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വരണ്ട. നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ പോവാ. ഓക്കെ, ഡു വാട്ട് എവർ ഇസ് ബെസ്റ്റ് ഫോർ യു. നമുക്ക് ലഞ്ച് കൊടുക്കാം. ലഞ്ച് ടൈം ആയി. ഇപ്പൊ എന്റെ മോൻ എണീറ്റ് മമ്മ ചോദിക്കും. ഓക്കെ, സോ കുഞ്ഞിന്റെ ലഞ്ച് ടൈം ആയിരിക്കാണ്. നമ്മുടെ നുറുക്കരി ഇല്ലേ, ചുവന്ന നുറുക്കരി, അതില് ക്യാരറ്റും ഇച്ചിരി ഇന്ദുപ്പും. ഇപ്പൊ ഞങ്ങള് 10th month ഇന്ദുപ്പ് ആഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് പൊട്ടാറ്റോ ഇടും ഇതിന്റെ കൂടെ. എന്നിട്ട് എന്റെ മോൻ ഇങ്ങനെ കൊടുത്താൽ ഇപ്പൊ കഴിക്കില്ല, കുറച്ചുകൂടി പല്ലക്കാട്ടെ അപ്പൊ കഴിക്കും. ഇത് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ച സ്പിനാച്ച് ആണ്. നാടൻ ചീരയാണ് കേട്ടോ. അതെ, ദാരിന് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടുവന്ന നെയ്യാണ്, നാടൻ നെയ്യ്. ഇത് ഇന്ദുപ്പാണ്, റോക്ക് സോൾട്ട്. ഇത് നമ്മുടെ സ്മൂത്തി മേക്കർ ആണ്, ഇച്ചിരി കൂടി ഈസിയാണ്. ഫുഡ് കൊടുക്കുന്നതിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം. ഇപ്പൊ വെച്ചേക്കാം. ചീരമമ്മാണ്. ചീരമമ്മം, ചീരമമ്മം, ചീരമമ്മം. എന്താ മമ്മം? യെസ്. നമ്മള് ലഞ്ച് കഴിച്ചു അല്ലേ? ഇനി നമ്മൾ എന്താ സാധാരണ ചെയ്യാ? ലഞ്ച് കഴിഞ്ഞാൽ നമ്മള് ഡിസേർട്ട് കഴിക്കും.
എന്താ ഡിഷേട്ട്? മമ്മ ഡിഷേട്ട് കുട്ടിയോ? അല്ലേ മുത്തേ? മഴ പെയ്യുന്നുണ്ടോ കണ്ണൻ? മഴ പെയ്യുന്നുണ്ടോ? മഴ നോക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടോ പൊന്നേ? എങ്ങനെ ക്ലാപ്പ് ചെയ്യാ? എങ്ങനെ കുഞ്ഞ് ക്ലാപ്പ് ചെയ്യാ? ഒറ്റ ക്ലാപ്പ് ഉള്ളോ? പിച്ച 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 പിച്ച. ഒന്ന് പാട്. ലക്ഷ്മി ടേക്ക് യു ഡാൻസിങ്. ഇനിയിപ്പോ എന്റെ ഹെയർ ബാൻഡ് കിട്ടുന്നവരെ ഇവിടെ പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ പോയിട്ട് ഒന്ന് ഉറക്കാൻ നോക്കട്ടെ. ഇച്ചിരി പാലൊക്കെ കൊടുത്തിട്ട് ആരെയും വിട്ടിട്ട് ഈവനിങ് സ്നാക്കിന്റെ ടൈം ആയിട്ടുണ്ട്. സോ വെൽക്കം ടു അമ്മാസ് കിച്ചൺ. ആര്യൻകുട്ടൻസ് അമ്മാസ് കിച്ചൺ അല്ലേ? സോ നമ്മള് ഇങ്ങനെ മധുരക്കിഴങ്ങ്, ഇത് ആര്യൻകുട്ടന് മാത്രല്ല കേട്ടോ, എനിക്കും ഗോപുനൊക്കെ കൂടി വേവിച്ചാണ്. എനിക്ക് വൈകുന്നേരം എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മധുരക്കിഴങ്ങ് സ്നാക്ക് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കുറച്ച് ചൂടാറ്റാൻ വേണ്ടിട്ട് മോനൊരു പ്ലേറ്റിൽ നമ്മളിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടിക്കണം. അവൻ ഇങ്ങനെ ചെറിയ പീസൊക്കെ കഴിക്കും, പക്ഷെ മോൻ നല്ലോണം കഴിക്കണമെങ്കിൽ അടിച്ചിട്ട് കൊടുക്കണം. ഞാൻ എന്നെ പണിയെടുക്കട്ടെ. ഓക്കെ. അപ്പൊ ഈവനിങ് സ്നാക്കിൽ നമ്മൾ നോർമലി കൊടുക്കാറുള്ളത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ നേന്ത്രപ്പഴം നല്ലോണം പുഴുങ്ങിയിട്ട് നെയ്യിട്ടിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കും. പിന്നെ വേറെ ഓപ്ഷൻ എന്നുള്ളത് ക്യാരറ്റ്, പൊട്ടാറ്റോ, ഇത് രണ്ടും കൂടി കുക്കറിലിട്ട് വേവിച്ച് പിന്നെ നമ്മള് നല്ലോണം മാഷ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കും, റോ ആയിട്ട് കൊടുക്കും. അവൻ അതും കഴിക്കും. ഇത് ഞാൻ ഉണ്ടാക്കാറുള്ളത് ഒരു മാഷ് പൊട്ടാറ്റോ എന്നുള്ളൊരു സാധനം മനസ്സിൽ വെച്ചിട്ടാണ്. സോ കുറച്ച് ക്രീമി ഒരു പാലിന്റെ ഒക്കെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആര്യൻകുട്ടന്റെ മിൽക്ക് പൗഡർ ഉണ്ട്, ഫോമുല പൗഡർ ആണ്. അത് അവന് കുടിക്കാനൊന്നും കൊടുക്കാറില്ല, അത് ഞങ്ങൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അതിലതേ ഒരു സ്പൂൺ, ഒരു കുഞ്ഞ് അര സ്പൂണും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ അകത്തുനിന്ന് കൊടുത്തല്ലോ. വൈകുന്നേരം അവന്റെ ഒരു വാക്കിന്റെ സമയം അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പതുക്കെ നമുക്ക് അവൻ ചോദിക്കുന്നുണ്ട് ഫുഡ് ഗോപുത് പിടിച്ചോ, വെള്ളം പിടിച്ചോ. നമുക്ക് കുഞ്ഞിന് പുറത്ത് പിള്ളേരൊക്കെ കാണിച്ചിട്ട് സ്നാക്ക് കൊടുക്കാം കേട്ടോ. വൈകുന്നേരമാണ്, ഇവിടെ ഇപ്പൊ ഒരു 5 മണി ആയി. പക്ഷെ കണ്ടാൽ നല്ല ഇരുട്ടോ കേട്ടോ. സ്നാക്ക് സ്പോട്ട്. അപ്പൊ അവന്റെ ഒരു കലാപരിപാടി ഉണ്ട്, ഒരു തേക്കലുണ്ട്. എന്റെ മേത്തല്ല, ഒരു തേക്കല് തേക്ക് പയ്യ. അപ്പേ ഒരു വായ വെള്ളം കൊടുക്കൂ കുഞ്ഞിനെ. കാക്കതാടാ കാക്ക. വേറെ കാക്ക പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാരും അയ്യോ എല്ലാരും വീട്ടിൽ പോവാ. വൈകുന്നേരമായി കേട്ടോ. നല്ലൊരു മഴ പെയ്തിട്ട് ഇങ്ങനെ ആകാശമൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ മുത്തേ? ശരി, പിന്നെ കാണിച്ചിട്ടാ. അപ്പൊ നമ്മള് കുഞ്ഞിനിപ്പോ രാത്രി കൊടുക്കാൻ പോകുന്നത് പിന്നെ കഞ്ഞിയാണ്. നല്ല ചൂട് കഞ്ഞിയില് ഒരു ഇച്ചിരി ഇന്തുപ്പിട്ടിട്ട് നല്ല ചൂട് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചിങ്ങനെ ഞരടിയിട്ട് കുഞ്ഞിന് കൊടുക്കും. വേണ്ട, രാത്രി കുറച്ച് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ എന്താണെന്നറിയോ, അവന് രാത്രിയിലേക്ക് നമ്മള് കുറച്ച് നാൾ ചിലപ്പോൾ മുത്താറി കൊടുക്കും. കാരണം റാഗി അത് നല്ല ഹെവി ആയിട്ട് വയറ്റിൽ ഇരുന്നോളും, അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാണ്ട് ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷനാണ് കഞ്ഞി. അതും കുഴപ്പമില്ല, ചൂട് കഞ്ഞി കൊടുത്താലും അവൻ ഓക്കെയാണ്. അപ്പൊ ഇത് രണ്ടുമാണ്. അതിൽ വെജീസും നമ്മൾ മിക്സ് ചെയ്യും. ലൈക്ക് ക്യാരറ്റ്, പൊട്ടാറ്റോ അധികം ഇടാറില്ല രാത്രി ആയതുകൊണ്ട്. ബീട്രൂട്ട്, ബ്രോക്കലി, പിന്നെ ചീര, അതും ഇഷ്ടമാണ്. അപ്പൊ ഇന്നിപ്പോ ഞാൻ സിമ്പിൾ കഞ്ഞിക്ക് പോവാണ്. പുറത്ത് നല്ല മഴ, ചൂട് കഞ്ഞി നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുടിച്ചിട്ടേ ചെക്കൻ മുറുന്ന് പറഞ്ഞിട്ട് ഉറങ്ങിട്ട് വേണം. എനിക്ക് മുറുന്ന് പറഞ്ഞിട്ട് ഇപ്പഴത്തെ സൈഡിലേക്ക് ഉറങ്ങാൻ. എന്റെ ചക്കരക്കൂട്ടിന്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞങ്ങള് കഞ്ഞി കുടിച്ചിട്ട് നമുക്ക് ഉടക്കാൻ വരുന്നുണ്ട്. ചിലപ്പോ ഇച്ചടി ഒന്ന് ഒച്ചുണ്ടാക്കും, ഇച്ചടി ഒന്ന് അമ്മയടുത്ത് പെരുങ്ങും. ഒരു കാര്യം ചെയ്തോ, അമ്മയുടെ മുത്ത് ബിബ് പിച്ചോ. ബിബ് പിച്ചിട്ട് അവിടെ ഇരിക്കണേ. അപ്പൊ അമ്മ തരുവേ. ടിപ്പ് നമ്പർ 2, ബേബീസ് സീറ്റിലെത്തുമ്പോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ കോൺസെൻട്രേഷൻ മാറ്റുക. അതിന്
അമ്മമ്മ ഇടുവേ. അമ്മയുടെ ചുണ്ടേ ഞാനേ. മടിയപ്പേ, ഇനി നമുക്ക് മമ്മമ്മ കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ ക്ലാപ്പ് ക്ലാപ്പ് കാണിക്കാം. കണ്ടോ കണ്ടോ എന്റെ മോൻ ക്ലാപ്പ് ചെയ്യുന്നുണ്ടോ? എന്താ കളിക്കുന്നേ? എന്താ കളിക്കുന്നേ? അപ്പൊ നമ്മളിത് ആര്യൻകുട്ടന്റെ ഫുഡ് റൂട്ടീൻ അല്ലെങ്കിൽ വാട്ട് ആര്യൻ ഈറ്റ്സ് ഇൻ എ ഡേ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാതെ അല്ലേ കണ്ണ? അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുമുത്ത് രാവിലെ എന്താ കഴിച്ചനേ, ഉച്ചയ്ക്ക് എന്താ കഴിച്ചനേ, സ്നാക്സ് എന്തൊക്കെയാ കൊടുക്കണേ, ഡിന്നർ എന്തൊക്കെയാ കഴിച്ചനേ എന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നമ്മൾ അത്രേ കഴിച്ചാറുള്ളൂ. പിന്നെന്താ അങ്ങനെ ചെറിയ 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 രീതിയിൽ ആര്യൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ. എല്ലാ കുഞ്ഞു ബേബീസിനും ആര്യൻകുട്ടന്റെ വക ഒത്തിരി ഒത്തിരി ഹഗ്സ്, ഒത്തിരി ഒത്തിരി കിസസ്. സബ്സ്ക്രൈബ് ടു ചാനൽ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ, ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാ. അപ്പൊ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാ. അപ്പൊ എന്നിട്ട് വിടാം ഞാൻ. അപ്പൊ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ഡേറ്റ്സ് വരും. അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ സ്റ്റുഡിയോ ടൂർ, ഹോം ടൂർ ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ, മറക്കരുത്. ആൻഡ് പ്ലീസ് ഡോ ഫോളോ us on Instagram, baby Aryan, നിന്നെ അരുൺ ഗോവൻ @Arun Govan. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ ഇന്നിപ്പം റുട്ടീൻ ഒക്കെ പറഞ്ഞത് മോന്റെ റുട്ടീൻ ആണ്. ഇതൊന്നും നിങ്ങൾ ചെയ്യണം എന്നല്ല, അതിന്റെ അർത്ഥ അവസാനം അങ്ങനൊന്നും പറയരുത്. കുഞ്ഞ് എന്താണോ കഴിക്കുന്നത്, ഞങ്ങൾക്ക് എന്താണോ അഡ്വൈസ് കിട്ടിയിരുന്നത് അത് ഞങ്ങൾ കാണിച്ചു, അത്രയേ ഉള്ളൂ. ഉറക്കമാണ് എന്നെ മുത്തിനെ. അപ്പൊ ഞാൻ ഇത്തിരി പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇച്ചിരി ഫീഡൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അമ്മയും കുഞ്ഞും കൂടെ കെട്ടിപ്പിച്ചിട്ട് ഒങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. കുറച്ചേരം ഞങ്ങൾ ഇവിടെ തലകുത്തി മറിയും. പഞ്ഞോ പഞ്ഞോ എല്ലാവരോടും ടാറ്റ പറ. അപ്പൊ ശരിക്കും ഗുഡ് നൈറ്റ്. ആരും കൂടെ ഫ്രഷ് ആയി നാപ്പി മാറി ഒരു പാല് ചുറ്റോണ്ടോ. It's been way too long. If I can lay down beside you, I would. When nothing really matters, that's all I wanna do. I hope that you're safe and that I will see you soon. If I can lay down beside you, I would. ശരി, അപ്പൊ ബൈ അല്ലേ?